ചാലിശ്ശേരി സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിനെ പാമ്പ് കടിയേറ്റ സംഭവം പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ മൂലമെന്ന് ആരോപിച്ച് ചാലിശ്ശേരി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് ചാലിശ്ശേരി സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി CPM തൃത്താല ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പരിപാടിയിൽ ഡിവൈഎഫ്ഐ ചാലിശ്ശേരി മേഖലാ പ്രസിഡന്റ് നിമേഷ് KC അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് സെക്രട്ടറി KA പ്രയാണ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഡിവൈഎഫ്ഐ ചാലിശ്ശേരി ടൗൺ മേഖലാ സെക്രട്ടറി TK സുധീഷ് കുമാർ സ്വാഗതവും ഡിവൈഎഫ്ഐ ചാലിശ്ശേരി ടൗൺ മേഖലാ പ്രസിഡന്റ് പ്രവീൺ നന്ദിയും പറഞ്ഞു. എനിക്ക് മുന്നേ സംസാരിച്ച സഹാക്കളോട് പറഞ്ഞു, ചാലിശ്ശേരി പഞ്ചായത്തിലേക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിൽപ്പെട്ടതാണ് ഈ ആരോഗ്യ കേന്ദ്രം. വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ ഈ ഹെൽത്ത് സെൻ്ററിന് 5 എണ്ണം ഉണ്ട് ചാലിശ്ശേരി പഞ്ചായത്ത്. പാലിക്കരയിൽ, പെരുമണ്ണൂർ, തണ്ണീർക്കോട്, പടിഞ്ഞാറപ്പട്ടിശ്ശേരി തുടങ്ങിയ കേന്ദ്രങ്ങൾ പഞ്ചായത്തിന് വിട്ടുകിട്ടിയിട്ടുള്ളതാണ്. അതിലെ എല്ലാ കാര്യങ്ങൾക്കും ചെയ്യേണ്ട പൈസ ഗ്രാമപഞ്ചായത്തിനാണ് ഇത് കിട്ടേണ്ടത്. പഞ്ചായത്തിന് കിട്ടുന്ന പൈസ മുഴുവൻ വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാതെ ഇത്തരത്തിൽ നടന്നതിൻ്റെ ഫലമായിട്ടാണ് പെരുമണ്ണൂരിൽ ഹെൽത്ത് സെൻ്ററിൽ ഒരു ജീവനക്കാരിക്ക് പാമ്പിൻ്റെ കടിയേൽക്കേണ്ടി വന്നു. ഇവിടെ ഈ ഹോമിയോ ക്ലിനിക്കിൽ അതിൻ്റെ പുറകിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരണലിയും 10-12ഓളം കുട്ടികളും ഇവിടെ കണ്ടെത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ അവിടെ നിന്ന് പുല്ലൊക്കെ ചെത്തിയിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ആരോഗ്യ കേന്ദ്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് പഞ്ചായത്തിൻ്റെ കടമയാണ്. അല്ല, അവർക്കത് അറിയാനിട്ടൊന്നുമല്ല. അത് കൃത്യമായി ചെയ്യാതെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ വെറും റോഡും മറ്റു കാര്യങ്ങളുമായിട്ട് ഭരണം നടത്തുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ അധികാരികൾ. പെരുമണ്ണൂരിലാണ് സംഭവിച്ചത്. അതിദാരുണമായ സംഭവമാണ്. മരണത്തിൻ്റെ മുഖത്ത് നിന്നാണ് ആ സിസ്റ്ററെ നമുക്ക് തിരികെ കിട്ടിയിട്ടുള്ളത്. അണലി കടിച്ചാലൊന്നും ഇങ്ങനെ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമില്ല. കാരണം ചെറിയ അണലിന്നല്ല, അത്യാവശ്യം വലുപ്പമുള്ള ഒരു അണലിയാണ്. അതവിടെ വന്ന് പെട്ടതന്നെ. ആ പ്രദേശത്തുള്ളവർ പറയുന്നത് ഇവിടെ സാധാരണയായിട്ട് ഇത്തരം അണലികളെ ഒന്നല്ല കുറേ എണ്ണം കാണാറുണ്ട് എന്നാണ്. അപ്പോൾ സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്ന ഇഴവർഗ ജന്തുക്കളാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ അത് നോട്ടത്തിൻ്റെ ഇവരുടെ സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അങ്ങനെ തിരിഞ്ഞു നോക്കാതെ വന്നുപെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പെരുമണ്ണൂരിൽ ഉണ്ടാക്കി. ഇതൊക്കെ തന്നെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് പത്രത്തിൽ വന്നുവെപ്പ് ചെയ്തു, പക്ഷേ ആരും അറിയുന്നില്ല അതൊന്നും. അപ്പോൾ പഞ്ചായത്തിൻ്റെ ശ്രദ്ധ ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് ഈ സ്ഥാപനങ്ങളെ ഈ ആരോഗ്യ കേന്ദ്രങ്ങൾ മാത്രമല്ല, ഈ ഗ്രൗണ്ടിൽ തന്നെ ഒട്ടനവധി കേന്ദ്രങ്ങളുണ്ട്. മൃഗാസ്പത്രിയുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നമുക്ക് വിട്ടുകിട്ടിയ സ്ഥാപനം അല്ലെങ്കിൽ പോലും അതും ഈ ഗ്രൗണ്ടിലാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡ് അതിപ്പോൾ ഈ വർഷം കിട്ടിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിൽ കിട്ടുന്ന പൈസ അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഹരിതകർമ്മസേനയുണ്ട്, അതുപോലെ തന്നെ മറ്റ് 2-3 സംവിധാനങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ കീഴിലുണ്ട്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതുള്ളൂ. ആ വാർഡിലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന കാര്യമാണ്. അതൊക്കെ തന്നെ ഇവർ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹരിതകർമ്മസേനയും തൊഴിലുറപ്പൊക്കെ തന്നെ പോകുന്നത്. അവർക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ അതൊക്കെ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തണം എന്നുള്ള രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഇവർ അനുവർത്തിച്ചു പോരുന്നത്. ഇതിനെതിരെ വരും നാളുകളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം എന്നതിൽ തന്നെ ഈ നാടിനെയും സേവിക്കാൻ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നും ചാലിശ്ശേരിയിൽ ജോലി അനുഷ്ഠിക്കാൻ വേണ്ടി വന്ന ഒരു നേഴ്സിനെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണം നടത്തണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം.
പക്ഷേ അങ്ങനെ ശുചീകരണം നടത്താത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ ഹെൽത്ത് സെൻ്ററിൻ്റെ ജീവനക്കാരിക്ക് പാമ്പൂരി ഏറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികളെല്ലാം തന്നെ അവിടെ ആ സമയത്ത് തന്നെ പോയപ്പോൾ ബഹുമാനപ്പെട്ട ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനോട് ഈ വിഷയത്തിനകത്ത് അടിയന്തരമായി ഇടപെടണമെന്നും ചാലിശ്ശേരിയിലെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങൾക്കകത്ത് ഇതേ രീതിയിലാണ് കെടുക്കുന്നതെന്നും അത് ശുചീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനോട് ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികൾ പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ 4-5 പേര് കൂടി കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഇതങ്ങോട്ട് ശുചീകരിച്ചോളൂ എന്നുള്ളതാണ് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത്. ഇത് കേവലം പെരുമണ്ണൂർ എസ്റ്റേറ്റ് പടിയിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഹെൽത്ത് സെൻ്ററിൻ്റെ സ്ഥിതി മാത്രമല്ല, തണ്ണീർക്കോട് ഹെൽത്ത് സെൻ്ററിലും ഇതേ രീതിയിലാണ്. ഇത്രമാത്രം വലിയൊരു സംഭവം നടന്ന ഒരു ജീവനക്കാരി മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നിൽക്കുന്ന സമയത്ത് പോലും, ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും തണ്ണീർക്കോട് ഹെൽത്ത് സെൻ്റർ ഇതേ രീതിയിലാണ് എടുക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ പരാതിയായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അവിടെയും പാമ്പുകളെ കാണുന്നുണ്ട്, അവിടെയും ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് ഈ പഞ്ചായത്ത് ഭരണസമിതിയോടും പഞ്ചായത്ത് അധികാരികളോടും പറയുമ്പോഴും ഇതുവരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത്. ഇവർക്ക് ഇങ്ങനെ ചെയ്യാം. കാരണം എന്താണെന്നറിയോ? കിഴക്കേ പട്ടിശ്ശേരിയുടെ ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്ത് ശുചീകരിക്കാത്ത കിണറിന്റെ പേരിൽ പൈസ തട്ടിയെടുത്ത ഒരാൾ, വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരാൾ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഇതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാനില്ല എന്ന് നമുക്ക് ധാരണയുണ്ട്. ഞങ്ങളൊരു സൂചനാ സമരമായി കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പോലീസ് ഇവിടെ തടഞ്ഞു, ഞങ്ങളിവിടെ നിന്നു. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ നാടകത്തെ ജനങ്ങളോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുകയും ചെയ്യും. പക്ഷേ ഒന്നു മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളിവിടെ സൂചിപ്പിച്ചല്ലോ, ഇതേ രീതിയിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവനക്കാരും രോഗികളും എല്ലാം തന്നെ വരുന്ന സബ് സെന്ററുകൾ ഈ ചാലിശ്ശേരിക്കകത്തുണ്ട്. അതിനെല്ലാം തന്നെ വലിയ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ശുചീകരണ പ്രവർത്തനത്തിന് ഈ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിലായിരിക്കില്ല ഡിവൈഎഫ്ഐ വരിക. ഡിവൈഎഫ്ഐയെ ഒരാൾക്കും തടയാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് വരും. അതിന് വലിയ മറുപടി ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ നാടകത്തെ മുഴുവൻ ആളുകളുടെയും ഭരണസമിതി ആയിക്കൊണ്ട്, ഈ നാടകത്തെ മുഴുവൻ ആളുകളുടെയും പ്രസിഡന്റ് ആയിക്കൊണ്ട് ഇങ്ങനെല്ലാം മാറണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനത്തെ കാരണം ചാലിശ്ശേരിയിലെ സബ് സെൻ്ററായിട്ടുള്ള പെരുമണ്ണൂര് ആരോഗ്യ കേന്ദ്രത്തിൽ നമുക്കൊരു നഴ്സിനെ പാമ്പ് കടിയേറ്റു. നമുക്കെല്ലാവർക്കും അറിയാം, നഴ്സുമാരെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മാലാഖമാരാണ്. അവർക്ക് സ്വന്തം നാട്ടിൽ സ്വന്തം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സുരക്ഷിതമില്ലാതെ ഈ പഞ്ചായത്ത് അധികാരികളുടെ പിടിപ്പുകേടിൻ്റെ ഭാഗമായിട്ട് കാടും മൊന്തയും എല്ലാം വെട്ടിമാറ്റാതെ അവർക്ക് വളരെ ദയനീയമായി ജോലി ചെയ്യുന്നൊരവസ്ഥ ഈ ചാലിശ്ശേരി പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നഴ്സുമാർ കൃത്യമായിട്ട് ജോലി ചെയ്ത് നമ്മുടെ നാട്ടിലെ എല്ലാവിധ സാധാരണക്കാരായ ജനങ്ങളെയും സംരക്ഷിക്കേണ്ട നഴ്സുമാർക്ക് സ്വന്തം സ്ഥാപനത്തിൽ പോലും നല്ല രീതിയിൽ ജോലി ചെയ്ത് വീട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇന്ന് ചാലിശ്ശേരി പഞ്ചായത്തിലുണ്ട്. അത് ചാലിശ്ശേരി പഞ്ചായത്തിലെ ഭരണസമിതിയുടെ പിടിപ്പുകേടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ മഴക്കാലമാണ്. മഴക്കാലത്ത് കൃത്യമായിട്ട് പഞ്ചായത്തുകൾക്ക് അതത് തനത് വിഹിതങ്ങൾ അതാത് വാർഡിൽ